ഈ ലോകത്തെല്ലാ മനുഷ്യരും അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഓരോ മനുഷ്യന്മാരും അവനവന് വേണ്ടി ജീവിക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതൊക്കെ കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ ലോകത്ത് നമുക്ക് വേണ്ടി ആരും ജനിച്ചിട്ടില്ല എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ഇത്രയും വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ തനിച്ച, അവിടെയാണ് നമ്മൾ സെൽഫ് ലവ് തുടങ്ങുന്നത്. അപ്പോൾ ആ ചായ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്, പക്ഷെ നടത്തം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാത്ത സാധനമാണ്. അപ്പോൾ ആ ചായക്ക് വേണ്ടി രാവിലെ നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ചായ നമ്മളെ നടത്തുന്നു. രാവിലെ ഒരു ഗതികേടായി ഒരു ചായക്ക് വേണ്ടി നമ്മൾ നടക്കാൻ തയ്യാറാവുന്നു. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നൊരു കാര്യം പെൻഡിങ്ങിൽ വെച്ചിട്ട് ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യം ചെയ്യാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം അത് പോയി ചെയ്തിട്ട് വരാം, എന്നിട്ട് ഇത് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന്റെ മേലെ. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം ഉണ്ടാകുന്ന, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സന്തോഷം ഉണ്ടാകുന്ന, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയ റെസ്പെക്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഹ്യൂമൻ ബീയിങ് ഒരു സോഷ്യൽ ആനിമലാണ്. ഒരു ആനിമൽ എന്നുള്ള രീതിയിൽ ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ആനിമലിനുള്ള എല്ലാ സ്വഭാവങ്ങളും കാണും കേട്ടോ. പക്ഷേ ഹ്യൂമൻ ബീയിങ് ഒരു സോഷ്യൽ ആനിമലാണ്. സോഷ്യൽ ആനിമൽ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ തോന്നിയതൊക്കെ ചെയ്യാൻ പറ്റില്ല, കാരണം സൊസൈറ്റിയെ ബാധിക്കും. നമ്മുടെ മനസ്സിൽ തോന്നിയതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ദ്വീപിൽ ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നത്.